Okay, children, what is here? This picture not give us a relief, not a comfort, not a happiness, is it? Here, people take drugs because they want to change something in their life, to escape from stress, to relieve a feeling of boredom. For some people, drugs are a good conversation point and even increase confidence, or in certain cases some psychiatric issues also, that is anxiety, depression also lead to take drugs. They think drug as a solution, but eventually it act as a problem. Here, just what is here, it is not the load that breaks you down, it is the way you carry it, whatever the problem. Okay, by get proper education, guidance, counseling, a safeguard yourself to lead a healthy lifestyle. By that education and counseling help to tackle how to tackle problem, how to face problem, how to overcome problem. Okay, with the counseling, guidance, etc. In that education and counseling, which safeguard from that destructive drug abuse. Which are the points to discuss around with the education and counseling regarding drug abuse and addiction? Certain resources have to collect. That is about the awareness about the types of drugs and its consequences, how it affect our body, like that, and how to recover from it, and the treatments and the preventive measures. Now, what are drugs? Drugs are a group of chemical substances usually taken as medicines. നമ്മൾ സാധാരണ മരുന്നായിട്ട് കഴിക്കില്ലേ കുറെ ഗുളികകളൊക്കെ, ഇതിനെല്ലാം ഡ്രഗ്സ് തന്നെയാണ് പറയുക. പക്ഷെ എപ്പോഴാണ് അത് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ അബ്യൂസ്ഡ് ഡ്രഗ് ആയി മാറുന്നത്? വെൻ ടേക്കൺ other than medical purpose and if it affect one's physical, mental, social functions, then that drug is known as abused drug. The definition on the പഠിച്ചു drug abuse when taken other than medical purpose and it affect one's physical, mental, social function, then that drug is abused drug, or the habit is that drug abuse. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്? That is all with the brain. You know, brain control all of the functions. നമ്മുടെ ബിഹേവിയർ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ് അല്ലെ. നമ്മുടെ മാസ്റ്റർ ഒരു ബ്രെയിൻ ആണ്. പക്ഷേ ഇവിടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ വേറൊരാൾ വന്നിരിക്കുന്നു, ദാറ്റ് ഈസ് ഡ്രഗ്. എല്ലാ ഡ്രഗും അങ്ങനെ ആവില്ല. സർട്ടൺ ഡ്രഗ്സ് വിച്ച് ഹാവിങ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ബ്രെയിൻ. ആ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സ് നമ്മൾ അത് കൂടുതൽ പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ ആ ഡ്രഗ് പിന്നെ എന്ത് ചെയ്യും? ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് ഡ്രഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രെയിൻ പറയുന്നതാണോ കേൾക്കുക? അല്ല, ഡ്രഗ് പറയണ്ട. നോക്കൂ, ഈ നോർമൽ ഹെൽത്തി ബ്രെയിനെ നോക്കിയാൽ ഫ്രോണ്ടൽ ലോബ് കണ്ടോ, വളരെ ആക്റ്റീവാണ് ഫ്രോണ്ടൽ ലോബ്. കാരണം ലോജിക്കൽ ഡിസിഷൻസ്, ഇന്റലിജൻസ്, അബ്സ്ട്രാക്ട് തിങ്കിങ് എല്ലാം നടക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബിൽ. അപ്പൊ നല്ല ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ, അനാലിസിസ് നടത്താൻ ഒക്കെ സഹായിക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബിലെ ആണ്. എന്നാൽ ഡിസീസ്ഡ് ബ്രെയിനായി, അതായത് അഡിക്റ്റായി മാറി കഴിയുമ്പോൾ ബ്രെയിനിന് വേണ്ട ഡിസിഷൻസ് അവിടെ ലോജിക്കൽ തിങ്കിങ് അത്ര നടക്കുന്നുണ്ടോ? ഇല്ല. ബ്രെയിനിന്റെ മെറ്റബോളിസം ഡിസീസ്ഡ് കണ്ടീഷനായി ഒരു ഡിക്രീസ്ഡ് ലെവലിലേക്ക് വന്നു. അതിന്റെ പേരാണ് അഡിക്ഷൻ. അപ്പൊ അഡിക്ഷൻ വരുമ്പോൾ ബ്രെയിനിനെ എഫക്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ആ ബ്രെയിൻ മെക്കാനിസം അതാണ് മാറണത്. അതിന് കാരണം എന്താണ്? ബ്രെയിനിന് ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു റിവാർഡ് സിസ്റ്റത്തിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യപ്പെടും. നല്ല
സന്തോഷമുള്ള കാര്യങ്ങൾ ഡോപ്പമൈൻ എന്ന് പറയും. അതിന്റെ ഒരു സർജ് കിട്ടുമ്പോൾ ബ്രെയിൻ അതിന്റെ അടുത്തേക്ക് പോകും, ബ്രെയിൻ അത് പറയണ പോലെ ചെയ്യും. പക്ഷെ ആ ഡോപ്പമൈൻ കിട്ടുന്നത് ഇത്തരം ഡ്രഗ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഡ്രഗ് ഹാസ് എ റോൾ ഓൺ ദ ഫങ്ഷൻ ഓഫ് ബ്രെയിൻ. അപ്പൊ ഇവിടെ നോക്കൂ, അഡിക്ഷൻ കോസ് മോർ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ അഡോളസൻ. എന്തുകൊണ്ടാണ് അഡോളസനോട് ഇത്ര അങ്ങനെ പറയുന്നത്? നമ്മളിപ്പോ ബാക്കിയുള്ള ആൾക്കാരും ഇങ്ങനത്തെ കണ്ടീഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ കാണാം. പക്ഷെ എന്തിനിപ്പോ ഇത് ഞങ്ങളോട് പറയുന്നത് എന്ന് അഡോളസൻസ് ധാരാളം ചോദിക്കും അല്ലെ. അവിടെ നമ്മൾ ആലോചിക്കാനുള്ളത്, യൂസിങ് ഡ്രഗ്സ് വെൻ ബ്രെയിൻ ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ് മേ കോസ് ലോങ് ലാസ്റ്റിംഗ് ബ്രെയിൻ ചേഞ്ചസ്. വളരെ നേരത്തെ, കാരണം ഈ ഫ്രോണ്ടൽ ലോബിന്റെ ഡെവലപ്മെന്റ് കഴിയണത് ഒരു 24 വയസ്സൊക്കെ എത്തണം. അപ്പോഴേക്കാണ് ഫ്രോണ്ടൽ ലോബിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുക. നിങ്ങൾക്കറിയാം, വളരെ കൃത്യമായ ഡിസിഷൻസ് എടുക്കാനുള്ള പ്രായം ഈ അഡോളസൻസിൽ ആയിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും എന്താണ് അഡോളസൻസ് സ്റ്റേജിനെ, ആ ഒരു പ്രായത്തിനെ തന്നെ ആ നിലയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അഡോളസൻസ് സ്റ്റേജിൽ ഈ ഒരു പാറ്റേൺ ഡ്രഗ് നമ്മളുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാണ്. അപ്പൊ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പൂർണ്ണമാവാത്ത സമയത്താണ് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോ അത് ലോങ് ലാസ്റ്റിംഗ് എഫക്ട്സ് ബ്രെയിനിൽ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള അഡോളസൻസിലെ ഈ ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് യൂസർ ഈസ് ഇൻ ദ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അഡിക്ഷൻ. അതുകൊണ്ടാണ് അഡോളസൻ സ്റ്റേജിൽ തന്നെ ഈ ഒരു അവയർനെസ് കൂടുതലായിട്ട് വേണം എന്ന് പറയുന്നത്. ദെൻ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞു, നമുക്ക് അവയർനെസ് കിട്ടണമല്ലോ ഡ്രഗ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. ദേ ആർ കെമിക്കൽസ് ആസ് മെഡിസിൻസ്. അത് 2 തരത്തിലുണ്ട്, നാച്ചുറൽ ആയിട്ടും സിന്തറ്റിക് ആയിട്ടും. ഓക്കെ, നാച്ചുറൽ ഡ്രഗ്സ് ആൻഡ് സിന്തറ്റിക് ഡ്രഗ്സ്. ഇതില് നാച്ചുറൽ ഡ്രഗ്സ് ഒബ്റ്റെയിൻ ഫ്രം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓർ ഫംജൈ സാധാരണ. പിന്നെ സിന്തറ്റിക് ഉണ്ട്, സെമി സിന്തറ്റിക്കും ഉണ്ട്. ഓക്കെ, അതില് നാച്ചുറൽ ഡ്രഗ്സ് പണ്ടൊക്കെ ഇൻ ഫോക്ക് മെഡിസിൻസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ദാറ്റ് നാച്ചുറൽ ഡ്രഗ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഓൾ ഓവർ വേൾഡ്. ബട്ട് വെൻ ടേക്കൺ അതർ ദാൻ മെഡിസിനൽ പർപ്പസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഡ്രഗ് അബ്യൂസ്. പണ്ടേ കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് അത് ഡ്രഗ് അബ്യൂസ് ആയി മാറുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറെ കെമിക്കൽസ് ആണ് ഈ ഡ്രഗ് അബ്യൂസിൽ വരുന്നത് എന്ന് പറയാനാണ് ഇത് ഈ ഒരു കാര്യം പറഞ്ഞത്. Then which are the different types of main types of drugs which are commonly abused? They are opioids, cannabinoids, coca alkaloids, hallucinogens and some synthetic drugs. നമുക്ക് നോക്കാം opioids. എന്താണ് opioid? These drugs used to treat severe pain, slow down body functions. സാധാരണ ഒരു സെഡേറ്റീവ് ആയിട്ട്, പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആയിരുന്നു. വളരെ പണ്ടുകാലത്ത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ചില റിലീജിയസ് സെറിമണീസിലോ ഫോക്ക് മെഡിസിനിലോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ആളുകൾ പല്ല് പറിക്കാനൊക്കെ എന്താണ് റോട്ടിലിരുന്ന് പല്ല് പറിക്കണ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഫോക്ക് മെഡിസിൻ ഒക്കെ വെച്ചിട്ട്. അവരൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ആ പെയിൻ റിലീഫിന് എല്ലാം അവര് ഇങ്ങനത്തെ ചില മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ദ ഡ്രഗ് ഗിവ്സ് എ റിലാക്സ്ഡ് ഫീൽ. അപ്പൊ അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോൺ മെഡിക്കൽ റീസൺ ദെൻ ഒപ്പിയോയിഡ്സ് ആർ ആക്ട് ആസ് അബ്യൂസ്ഡ് ഡ്രഗ്സ്. അതിന് എക്സാമ്പിൾ സാധാരണ ആൾക്കാർ ഈ പറഞ്ഞ കെമിക്കൽസ് ആണ്. ഒപ്പിയോയിഡിന്റെ വെറൈറ്റിയിലുള്ള ഇതരണം കെമിക്കൽസിനെയാണ് അങ്ങനെ ഉപയോഗിക്കുക. അപ്പൊ ഈ പേരുകൾ കൂടി ഈ സെക്ഷനിലൊന്ന് പരിചയപ്പെട്ട് നമുക്ക് കൂടുതൽ പിന്നീട് ഒന്നും കൂടി പഠിക്കാം. മോർഫിൻ, ഹെറോയിൻ ഓർ സ്മാക്ക്, ഡൈ അസെറ്റൈൽ മോർഫിൻ, 3 ടേംസ് പരിചയപ്പെടാം. ദെൻ കനാബിനോയിഡ്സ്, ഇതും ഇതുപോലെ തന്നെ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കീമോതെറാപ്പിക്ക് ശേഷം മസിൽസ് ഒക്കെ ഒന്ന് ലൂസൻ ചെയ്യാനായിട്ട്, ഒരു റിലാക്സേഷൻ കൊടുക്കാനായിട്ട് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കനാബിനോയിഡ്സ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? മരിജുവാന, ഹാഷിഷ്, ചരസ്, ഗഞ്ച എന്ന ഡിഫറെന്റ് ഫോംസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് അബ്യൂസ്ഡ് ഡ്രഗ്സ് ആയി ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ കൊക്ക ആൽക്കലോയിഡ്സ്, ഇത് ഒരു സ്റ്റിമുലന്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. കൊക്ക പ്ലാന്റ് അതിന്റെ ലീഫ് ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കും ഒരു സ്റ്റിമുലന്റ് ആയിട്ട്. ഹങ്കർ, ഫാറ്റിക്, തേഴ്സ്റ്റ്, പെയിൻ ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് ചില നാട്ടിലെ ആളുകൾ അത് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ അതൊരു ഡ്രഗ് അബ്യൂസ്ഡ് ഡ്രഗ് ആയി. അപ്പൊ എന്താണ്? കൊക്കെയിൻ എന്ന രൂപത്തിൽ, കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്ന രൂപത്തിൽ ഒക്കെയാണ് അത് മിസ്യൂസ് ചെയ്യുന്നത്. ഇനി നിക്കോട്ടിൻ, നമ്മുടെ ടൊബാക്കോയിലുള്ള നിക്കോട്ടിൻ കമ്പോണൻസിലൊക്കെ
ചില പല പ്ലാന്റുകളിലോ ഒക്കെ ഈ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്, ടൊബാക്കോ അല്ലാതെ തന്നെ. അപ്പോൾ ചിലപ്പോൾ അതും നമുക്ക് ഒരു ടൈപ്പ് ആൽക്കലോയിഡ് ആണ്, അതും ഇതുപോലെ തന്നെ എബ്യൂസ്ഡ് ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഹാലൂസിനോജൻസ്, ഈ കൊക്ക ആൽക്കലോയിഡ്, കൊക്കൈൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ അത് ഹാലൂസിനേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലത് ഹാലൂസിനോജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. ഈ അട്രോപ്പ ബെലഡോണ ഡാറ്റൂറ എന്ന ഈ പറഞ്ഞ പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ എന്തിനാ ഉപയോഗിക്കുക? വൂപ്പിംഗ് കഫ്, ആസ്മ, ബൗൾ ഡിസീസസ്, അങ്ങനെ ചില കണ്ടീഷൻസിൽ അവർക്ക് ഒരു സെഡേറ്റീവ് ആയിട്ട്, നമുക്കറിയാം നമ്മളുടെ കഫ് സിറപ്പിലൊക്കെ കൂടുതലായിട്ടും ചില സെഡേറ്റീവ്സ് ഉണ്ടായിരിക്കും. കാരണം അവിടെ നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ ചിലപ്പോൾ കഫ് അത് ട്രീറ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ they are misused as drug abuse. Okay. ഇനി ഡ്രഗ്സ് യൂസ് ടു ട്രീറ്റ് മെന്റൽ ഇൽനെസ്, ഡിപ്രഷൻ, ഇൻസോംനിയ, ഇതിനെ സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയും. നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്. ആ മെഡിസിനുകൾ എന്തിനു ഉപയോഗിക്കുന്നു? എബ്യൂസ്ഡ് ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ പേരും ഇവിടുന്ന് ഒന്ന് ഫെമിലിയർ ചെയ്ത് പോകാം. ബാർബിറ്ററൈഡ്സ്, ആംഫിറ്റമൈൻസ്, ബെൻസോ ഡയസപൈൻസ്, ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്, അതിന്റെ അബ്രിവിയേഷൻ LSD, ഒരു ഫംഗിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ദേ ആർ എക്സാമ്പിൾസ് ഫോർ സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പൊ ഈ ഡ്രഗ്സിന്റെ പേരുകളെല്ലാം പഠിക്കുക. ഒപ്പിയോയിഡ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്, ഹാലൂസിനോജൻസ്. ഹാലൂസിനോജൻസിൽ ഇവർ രണ്ടുപേരെയും ഓർക്കുക. അഗെയിൻ ദ സിന്തറ്റിക് ഡ്രഗ്സ്. ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒപ്പിയോയിഡ്സ്. ഒപ്പിയോയിഡ് എന്തിനാ കിട്ടുക? ഒരു പപ്പാവർ സോംനിഫെറം എന്ന പോപ്പി പ്ലാന്റ്, അതിൽ നിന്നാണ് അത് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രൊഡക്റ്റിനെ, അതിന്റെ മിൽക്കി ലാറ്റക്സ്, ആ ഫ്ലവറിൽ നിന്നൊക്കെ മിൽക്കി ലാറ്റക്സ് കിട്ടുമ്പോൾ അതിനെ പറയുന്ന പേര് ഒപ്പിയം എന്നാണ്. ആ ഒപ്പിയത്തിന് ബ്രെയിനിലെ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലൊക്കെ ഉണ്ട് ഈ റിസപ്റ്റേഴ്സ്, അവിടെ ചെന്നിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഒപ്പിയോയിഡ്സ് എന്ന് പറയാണ്. അത് 3 ടൈപ്പ് ഉണ്ട്: നാച്ചുറൽ, സെമി സിന്തറ്റിക്, സിന്തറ്റിക്. അതില് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് ഒപ്പിയം, ഈ പോപ്പി പ്ലാന്റിൽ നിന്ന്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ ലാറ്റക്സ് പിന്നീട് അതിനെ രൂപം മാറ്റി ആരാക്കി മാറ്റും? മോർഫിൻ എന്ന രൂപത്തിലേക്ക് മാറ്റും. ആ മോർഫിൻ വീണ്ടും അസറ്റൈലേഷൻ കഴിഞ്ഞ് ഹെറോയിൻ എന്ന രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ അതൊരു കെമിക്കൽ കോമ്പൗണ്ട് ഡൈഅസറ്റൈൽ മോർഫൈൻ എന്ന് പറയും. ഇത് ഒരു സെമി സിന്തറ്റിക് ആണ്. മോർഫിൻ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. സെമി സിന്തറ്റിക്, അതിന്റെ തന്നെ സെമി സിന്തറ്റിക് പ്രൊഡക്റ്റ് ആണ് ഹെറോയിൻ. ഇതെല്ലാം ഈ ഹെറോയിൻ എന്ന് പറയുന്ന ഈ കെമിക്കൽ സ്മാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അതിന്റെ നിക് നെയിം ആണ്. ആ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആയിട്ടൊക്കെയാണ് അത് ആളുകൾ കൈമാറുന്നത്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ഉണ്ട്. ഇത് സിന്തറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒപ്പിയോയിഡിന്റെ അതേ ആക്ഷൻസ് തരുന്ന സർട്ടൻ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഇതും സർജറി ഒക്കെ കഴിഞ്ഞ് ആളുകൾക്ക് പെയിൻ റിലീഫിന് കൊടുക്കുന്നതാണ്, മെത്തഡോണും പെത്തിഡിനൊക്കെ. പക്ഷെ അതൊക്കെ നേരെ തിരിച്ച് മിസ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ യൂസ് ഏതാണ്? ഡിപ്രസന്റ് ആണ്, സ്ലോ ഡൗൺ ബോഡി ഫങ്ഷൻസ്, ട്രീറ്റ് ഫോർ സിവിയർ പെയിൻ. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇതൊരു പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്നു, ഡിപ്രസന്റ് ആണ്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ യൂസസ് നമ്മൾ ഓർക്കേണ്ടത്. അത് എബ്യൂസ് ചെയ്യുക ആളുകൾ ഇത്തരത്തിൽ ഇൻഹെയിൽ ചെയ്തിട്ടോ ഇതൊക്കെ വലിച്ചിട്ടോ അങ്ങനെയൊക്കെ അത് ഇൻഹെയിൽ ചെയ്യും. അങ്ങനെ എബ്യൂസേഴ്സ് അത് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ കനാബിനോയിഡ്സ് ആണ്. കനാബിനോയിഡ്സ് ഇതുപോലെ തന്നെ കനാബിനോയിഡ് റിസപ്റ്റേഴ്സിനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് ശരീരത്തിന്റെ പല ഭാഗത്തും ഈ കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ബ്രെയിനിനെ അത് എഫക്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ പിന്നെ കനാബിനോയിഡ് പറയണത് കേൾക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അഡിക്റ്റ് ആയി മാറുന്നത്. ഇനി ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? അതൊന്ന് പഠിച്ചിരിക്കണം. കനാബിസ് സറ്റൈവ, അതിന്റെ ഇൻഫ്ലോറസൻസിൽ നിന്നാണ് അത് കിട്ടുക. അതിന്റെ ലീഫിൽ നിന്ന്, ബഡിൽ നിന്ന്, ഇൻഫ്ലോറസൻസിൽ നിന്ന് എല്ലാം ഡിഫറെന്റ് പ്രൊഡക്ട്സ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ചത്: മെരിജുവാന, ഹാഷിഷ്, ചരസ് ആൻഡ് ഗഞ്ച. അതിൽ നിന്ന് കെമിക്കൽസ് ഡിറൈവ് ചെയ്ത് കിട്ടുമ്പോൾ അത് ടെട്രാ ഹൈഡ്രോ കനാബിനോൾ, പല വെറൈറ്റി കെമിക്കൽസ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ ഈ സ്ട്രക്ചറിൽ ഇവിടെ കൊടുത്ത ഈ സ്ട്രക്ചർ ഇത് അതുപോലെ തന്നെ നേരത്തെയും ഇതുപോലെ ഒരു ഡയഗ്രാം പുറത്തുണ്ടായിരുന്നു.
ഒന്ന് നോക്കണം, നിങ്ങൾ ഫെമിലിയർ ആക്കണം. കാരണം ചിലപ്പോൾ ഈ ഡയഗ്രാം മാത്രം തന്നിട്ട് ഐഡന്റിഫൈ ദ എന്താണ് എബ്യൂസ്ഡ് ഡ്രഗ് മെൻഷൻഡ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഈ പടം വരച്ച് പഠിക്കൊന്നും വേണ്ട, പക്ഷെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്തിരിക്കുക. ദെൻ യൂസ് എന്താണ് കനാബിനോയിഡ്സിന്റെ യൂസ് എന്താ? കാർഡിയോ റിലേറ്റ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. CC കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ, ശരീരത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിനെ എഫക്ട് ചെയ്യുക, അതിന് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള എഫക്ട്സ് കുറയ്ക്കുക. അങ്ങനെ വളരെ നല്ല കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കനാബിനോയിഡ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ചിലരത് മിസ്യൂസ് ചെയ്യുന്നു. ദെൻ കൊക്ക ആൽക്കലോയിഡ്സ്, ഇത് കൊക്ക പ്ലാന്റ്. അപ്പൊ എന്തിനാണ് ഡിറൈവ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ പറയാ? എരിത്രോസൈലം കൊക്ക പ്ലാന്റിന്റെ പേര് പഠിച്ചിരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനെ പൊതുവെ പറയുന്ന നിക്കിനെ കോക്കോർ ക്രാക്ക് എന്നാണ്. അപ്പൊ കോക്കോർ ക്രാക്ക് ഏതിനാ കിട്ടുന്നത്? കൊക്ക പ്ലാന്റ്. ഇനി അതെന്തിനാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? ഒരു സ്റ്റിമുലന്റ് ആണ്, ഇൻക്രീസ് എനർജി കൊടുക്കുന്നതാണ്. ഇൻക്രീസ്ഡ് എനർജി ആ സ്റ്റേജിന് പറയുന്ന പേരാണ് യൂഫോറിയ. അങ്ങനെ ഓവർഡോസ് വരുമ്പോൾ ചിലപ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ടാക്കും. നമ്മള് എന്താണ് വേറൊരു കാര്യങ്ങൾ കേൾക്കുകയും അങ്ങനത്തെ ഒരു ലോകത്തിൽ കൂടെ ചിലപ്പോൾ സഞ്ചരിക്കുന്ന പോലെ തോന്നും. അതാണ് ഹാലൂസിനേഷൻസ്. ദെൻ ഇന്റർഫിയേഴ്സ് വിത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ആണ് നമുക്ക് ഒരു ബ്രെയിനിൽ ഒരു റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഡോപ്പമൈൻ്റെ റിലീസ് കൊണ്ടാണ്. അപ്പൊ ഡോപ്പമൈൻ റിലീസ് ചെയ്യുമ്പോൾ ബ്രെയിനിന് കൂടുതൽ ഹാപ്പി ആവും. അപ്പൊ ബ്രെയിൻ വീണ്ടും ഡോപ്പമൈൻ കിട്ടണമെന്ന് വിചാരിക്കും. നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡോപ്പമൈൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരു ഡ്രഗ് വെച്ചിട്ട്. അപ്പോ ഈ ഡോപ്പമൈൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഡ്രഗിനോട് കൂടുതൽ അഡിക്റ്റ് ആയി മാറുക ചെയ്യുന്നത്. പക്ഷെ ഡ്രഗ് ഒരു നല്ല സാധനം അല്ലല്ലോ. അത് നമുക്ക് കുറെ നമ്മുടെ ബോഡി സിസ്റ്റത്തിനെയും അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, പല പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഡോപ്പമൈൻ വെറുതെ ഈ ഡ്രഗ് വഴി ഉണ്ടാക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മൾ അതിനെ എബ്യൂസ്ഡ് ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ കൊക്കൈൻ ഉപയോഗിക്കുന്നത്? സാധാരണ സ്നോട്ടിങ് വഴിയാണ്. ദെൻ ഇതൊരു പ്ലാന്റ് ആണ്, അട്രോപ്പ ബെലഡോണ ഡാറ്റൂറ പ്ലാന്റ് എന്നൊക്കെ പറയും. ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ്, ഉമ്മം എന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങള് വഴിയിലൊക്കെ ഇങ്ങനെ ഇലയൊക്കെ തൂങ്ങി ഉറക്കം തൂങ്ങി പോലെയൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോ എട്രോപ്പിൻ ആൽക്കലോയിഡ്സ് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഡിറൈവ് ചെയ്തിട്ട്. അത് ശരിക്കും പണ്ടത്തെ ആൾക്കാർ അത് ഇന്ന് പെയിൻ റിലീഫിന് അനാൽജസിക് ആയിട്ട് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. കണ്ട പോയിസണസ്, അത് ശരിക്കും തെറ്റായി ഉപയോഗിക്കുമ്പോൾ പോയിസണസ് എഫക്ട് ഉണ്ടാക്കും ശരീരത്തില്. അപ്പം ഹാലൂസിനേഷൻസ് ഉണ്ടാക്കും, ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ അത് ഉണ്ടാക്കും. എന്ത് തരം ഡിസ്റ്റർബൻസ് നമ്മുടെ സെൻസേഷനിൽ ഉണ്ടാക്കണോ അതിനെയൊക്കെ ഹാലൂസിനേഷൻ എന്ന് പറയാം. ഇല്ലാത്തത് തോന്നിപ്പിക്കുക, അതാണ് ഹാലൂസിനേഷൻ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ ഒരു ഹാലൂസിനേഷൻ പോലെ തോന്നും. അത് ആ ഒരു കണ്ടീഷൻ നമ്മൾക്ക് ഇത്തരം പ്ലാന്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സുഖകരമായ കാര്യമല്ല, അല്ലെ? ദെൻ സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്താ? ഡ്രഗ്സ് യൂസ്ഡ് certain drugs used for mental illness, depression, insomnia, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സ് ആണ്. സൈക്കോളജിക്കൽ ആസ്പെക്ട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന certain ഡ്രഗ്സ് ആണ്. അപ്പൊ അത്തരം ഡ്രഗ്സ് നമുക്ക് എന്താണ് ആ തരം ഡ്രഗ്സ് ഇപ്പൊ ബാർബിറ്ററൈസ്, സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറയും. ആംഫിറ്റമൈൻ എന്ന നേരെ തിരിച്ചാണ്. അത് ഇൻക്രീസ്ഡ് ഡോപ്പമൈൻ ലെവൽസ് ബ്രെയിനിൽ കൊടുക്കുക ചെയ്യാം. അപ്പൊ ചിലപ്പോ പെർഫോമൻസ് കൂട്ടാനായിട്ട്, അക്കാദമിക് പെർഫോമൻസ് കൂട്ടാനോ അല്ലെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ നേരം ഉറക്കൊളിച്ചിരുന്ന് പഠിക്കാനോ ഒക്കെ കുട്ടികൾ ചിലപ്പോൾ ഉപയോഗിക്കാം ഈ ആംഫിറ്റമൈൻസ് ഒക്കെ. അപ്പോൾ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് അലേർട്ട്നെസ് ആൻഡ് വേക്ക്ഫുൾനെസ്. അത് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടല്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളത് അറിയണം. ഈ ഒരു ഡ്രഗ് ഒരു അഡിക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ള ഡ്രഗ് ആണ് എന്ന് അറിയണം. അപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കണോ വേണ്ടേന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം, അല്ലെ? കാരണം ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ഡിസിഷൻ എടുക്കാൻ പാകത്തിന് ഇരിക്കുകയാണ്. ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്ലേവായി നമ്മൾ മാറും. അപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഡിപ്പെൻഡന്റ് ആയി അഡിക്റ്റഡ് ആവും. അപ്പോൾ ഇവിടെ ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്ത് ആ ഒരു റിലീസിൽ പ്ലഷർ കണ്ടെത്തുമ്പോൾ അഡിക്ഷൻ സംഭവിക്കും. ഇനി ടൊബാക്കോ, ഇതുകൂടി നമ്മളൊന്ന് ഓർക്കാനുണ്ട്. ടൊബാക്കോ എന്താണ്? അതില് ധാരാളം അടങ്ങിയേക്കുന്ന ഒരു കമ്പോണന്റ് നിക്കോട്ടിനാണ്.
നമുക്കറിയാം അറൗണ്ട് 400 years ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടൊബാക്കോ പ്ലാന്റ്. അപ്പൊ അത് പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ പലതരം ഡിസീസ്ഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ സ്റ്റിമുലന്റ് ആയിട്ട് ഒക്കെ അത് ഉപയോഗിക്കും. പക്ഷേ അത് തന്നെ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് അതിനൊരു അതിന്റെ ഡിഫക്ട്സ് ഉണ്ടാവാൻ തുടങ്ങും. അതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യും. പിന്നെ അതിനോട് അഡിക്റ്റ് ആയി മാറും. അപ്പൊ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു വസ്തുവല്ല. ഈസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. ഇറ്റ് കോസ് മെനി പ്രോബ്ലംസ്. അതുകൊണ്ട് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിക്കോട്ടിൻ എന്താ ചെയ്യണത് ശരിക്കും? ഈ ടൊബാക്കോയിൽ അടങ്ങിയേക്കണ നിക്കോട്ടിൻ അഡ്രീനൽ ഗ്ലാൻഡില് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, നമുക്കൊരു എമർജൻസി ഉണ്ടാവുമ്പോൾ ഉണ്ടാവേണ്ട ഹോർമോണാണ്. അതിന് പകരം ഏത് നേരവും ഈ ഹോർമോൺ ഉണ്ടാവും. അപ്പോ ഈ ഹോർമോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് ബീറ്റ് റേറ്റ്, അതൊക്കെ ഇൻക്രീസ് ചെയ്യും. ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. സ്ട്രെസ് ഉണ്ടായാൽ ഉടനെ അഡ്രിനാലിൻ ഉണ്ടാവും. അത് ബ്ലഡ് പ്രഷർ കൂട്ടും, ഹാർട്ട് ബീറ്റ് കൂട്ടും. അപ്പൊ ഹാർട്ടിന്റെ സാധാരണ നോർമൽ വർക്കിങ്ങിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലെ? അങ്ങനെ വരുന്നത് എന്താണ്? അപ്പൊ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ ഇത് സ്മോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ വായയിലെ പുകയില ചവയ്ക്കുക, അല്ലെങ്കിൽ മൂക്കുപൊടി വലിക്കുക, ഇങ്ങനത്തെ കണ്ടീഷനിൽ കൂടെ ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ എവിടെ കൂടെയൊക്കെയാണോ അത് ഉള്ളിലേക്ക് എടുക്കുന്നത് ആ ഭാഗത്തൊക്കെ ഈ നിക്കോട്ടിൻ ഒരു കാർസിനോജൻ കൂടിയാണ്. അപ്പൊ അവിടെയൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലങ്സിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ എംഫിസ്മ, സിഗരറ്റ് സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ലോസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോൾസ്. അപ്പൊ എത്ര ശ്വാസം ഉള്ളിലേക്ക് എടുത്താലും അറിയാത്ത ഒരവസ്ഥ, അതായത് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക. ബ്രോങ്കൈറ്റിസ് ഡിസീസസ് താഴേക്ക് എഴുതി വെക്കുക, പഠിക്കുക. ഗ്യാസ്ട്രിക് അൾസർ, നമ്മുടെ സ്റ്റൊമക്കില് അൾസർ ഉണ്ടാക്കുക. പിന്നെ ഏറ്റവും പ്രധാനം കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാരണം കാർബൺ മോണോക്സൈഡിന് ഏറ്റവും കൂടുതൽ ഇതിലുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് കാർബൺ മോണോക്സൈഡാ. അപ്പൊ ഓക്സിജനുമായി കൂടിച്ചേരാണ്ട് ഇയാളുമായിട്ട് കൂടിച്ചേരാനിരിക്കും നമ്മുടെ ടിഷ്യൂസ് ഒക്കെ, ഹീമോഗ്ലോബിൻ ഒക്കെ. അപ്പോ ലോ ഓക്സിജൻ കണ്ടന്റ് ഇൻ ബോഡി. അഗെയിൻ ഹൈ റിസ്ക് ഓഫ് ക്യാൻസർ ഇൻ ഡിഫറെന്റ് റീജിയൻസ്. എവിടേക്കാ? ഓറൽ കാവിറ്റി, ത്രോട്ട്, ലങ്, യൂറിനറി ബ്ലാഡർ എക്സെട്ര. അങ്ങനെ വീണ്ടും അഡിക്ഷൻ. അപ്പോ വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കണ്ടീഷനിൽ കൂടെ നമ്മൾ എന്തായാലും പോയിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത എന്നാൽ ഇന്ന് കാലത്ത് വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ടീച്ചർ ഈ പറയണത്. നമുക്ക് കഫൈൻ. ഇപ്പോ ഇന്ത്യയിലും പണ്ട് അമേരിക്കയിലും ഒക്കെയാണ് കൂടുതലായിട്ട് ആളുകൾ അഡിക്റ്റ് ആയിരുന്നത്. ഇന്നിപ്പോ യങ്സ്റ്റേഴ്സില്, ചിൽഡ്രൻ, അവരെല്ലാം ഈ ഒരു കണ്ടീഷൻ വല്ലാതെ അഡിക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ കഫൈൻ ഇതിന്റെ തന്നെ പല ടൈപ്പ് വെറൈറ്റീസ് ഇപ്പോ നമുക്കറിയാം അവൈലബിൾ ആണ്. അപ്പോ എല്ലാവരും അതിന്റെ വലിയ കൂടുതൽ കണ്ടന്റുള്ള ഡോസ് ഓരോ പ്രാവശ്യം ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. ശരിയല്ലേ? അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കാരണം ഇപ്പോഴേ അത് നമ്മൾ നോട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്ഡ് ഡ്രഗ്സിനെ പറ്റിയുള്ള അവയർനെസ് നമുക്ക് ആദ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ നമ്മൾ ആഡ് ചെയ്തതാണ് ഫോർ ജനറൽ അവയർനെസ്. നോക്കൂ, ഈ എന്തൊക്കെയാണ് ഈ കഫൈൻ അങ്ങനെ കഴിച്ചത്? നമുക്കറിയാം. ഇവിടെ ഒന്ന് ആദ്യം നോക്കാട്ടോ. ടെൽ സൈൻസ് ഓഫ് അഡിക്ഷൻ. നമ്മൾ പൊതുവെ പറയില്ല, അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്ന കാര്യം എന്താ? ഇന്നാബിലിറ്റി ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ് വിത്തൗട്ട് എ സബ്സ്റ്റൻസ്. എന്ന് വെച്ചാൽ എന്താ? യു ആർ അഡിക്റ്റഡ് ടു ദാറ്റ് സബ്സ്റ്റൻസ്. അങ്ങനെ ഒരു സംഭവം, ഈ ഒരു സാധനം കിട്ടാതെ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. യു ആർ അഡിക്റ്റഡ് ഓർ നോട്ട്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് വിട്ടുപോരാൻ നമ്മൾ ശ്രമിക്കണം. അത് ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും അതിന്റെ ഓവർഡോസ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓവർഡോസ് വന്നാൽ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത്? ഓവർഡോസ് വരുമ്പോൾ നോക്കൂ, ഓരോ സൈറ്റിലും പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. ഈ കഫൈൻ മേക്കിംഗ് ലൈക്ക് നിക്കോട്ടിൻ, അത് നിക്കോട്ടിന്റെ പോലെ തന്നെ പെരുമാറുന്ന ഒന്നാണ് കഫൈൻ. ഇറ്റ് ഈസ് an addictive substance affect the reward pathway of brain. ബ്രെയിനിന്റെ ആ റിവാർഡ് പാത്വേ ഇല്ലേ, ഡോപ്പമൈൻ കൊടുക്കുന്ന ഒരു സംഭവം, അവിടെ പോയിട്ട് ആക്ട് ചെയ്യുന്ന ആള് തന്നെയാണ് കഫൈൻ. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് ദ നിക്കോട്ടിൻ. ടൊബാക്കോയിലെ നിക്കോട്ടിൻ പോലെ തന്നെ. ദാറ്റ് ഈസ് എന്താണ്,
അപ്പൊ ഈ ഒരു ഡ്രഗ് നമ്മളുടെ ശരീരത്തിലേക്ക് നേരത്തെ വന്നു കഴിയുമ്പോൾ കഫൈൻ സർട്ടൻ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കും നമ്മുടെ ബ്രെയിനിൽ. എന്നിട്ട് കഫൈൻ നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ അത് ഒരു സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും, അഡ്രിനാലിനെ. ഇത് പോയി ബ്രെയിനിനെ എഫക്ട് ചെയ്തിട്ട് നമ്മളെ അഡിക്റ്റ് ആക്കി മാറ്റും. ശരി, നമ്മളുടെ എവിടെ എഫക്ട് ചെയ്യും? അഡ്രീനൽ ഗ്ലാൻഡിനെ എഫക്ട് ചെയ്തിട്ട് അഡ്രിനാലിൻ ഉണ്ടാക്കും, സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോ അഡ്രിനാലിൻ വന്നു, ഹാർട്ട് ബീറ്റ്, ഹാർട്ട് ബ്ലഡ് പ്രഷർ അതൊക്കെ കൂടുന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനെയും എഫക്ട് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ പ്രായത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ടീച്ചർ പറയാം. ദാറ്റ് ഈസ്, ഈ അഡ്രിനാലിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അപ്പോ നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഒക്കെ ഉണ്ടല്ലോ, ഓക്കെ, നമുക്ക് അതൊക്കെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓയിൽ കൂടുതൽ സെക്രീറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക? യെസ്, അപ്പൊ ആക്നെ. എന്നിട്ട് പോയിട്ട് അതിന് ട്രീറ്റ്മെന്റിന് പോയതിനേക്കാളും ഭേദം നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പൊ സ്കിന്നിനെയും അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ നല്ല ഒരു കണ്ടീഷൻസ് കിട്ടണം, വേണ്ടേ? നല്ല സുന്ദരൻ സുന്ദരിയൊക്കെ ആയിരിക്കണ്ടേ? ഓക്കെ, ദെൻ നമ്മളിവിടെ നോക്കുന്നത് എന്താ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹെൽപ്പ് കിട്ടണം, വേണ്ടേ? അപ്പൊ നമുക്ക് നല്ല ഒരു കൗൺസിലിംഗ് കിട്ടണം. അങ്ങനെ കൗൺസിലിംഗ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു അവയർനെസ് കിട്ടി, കൗൺസിലിംഗ് കിട്ടുമ്പോൾ നമ്മൾ അഡിക്ഷനിൽ നിന്ന് റിക്കവേർഡ് ആവും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഡിക്ഷനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.